സാംസ്കാരികവും ആത്മീയവുമായ ജീവിതത്തിൽ ശബരിമലയ്ക്കുള്ള സ്ഥാനം സമാനതകളില്ലാത്തതാണ്. ഓരോ മണ്ഡലകാലത്തും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്ന ഈ പുണ്യസ്ഥലം എന്നാൽ സമീപകാലത്ത് വിശ്വാസപരമായ വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയമായ ചർച്ചകൾക്കും പോരാട്ടങ്ങൾക്കും വേദിയായി മാറിയിരിക്കുന്നു. സർക്കാരും വിവിധ ഹൈന്ദവ സംഘടനകളും നടത്തുന്ന സംഗമങ്ങളും പ്രതിഷേധങ്ങളും ഈ പ്രതിസന്ധിക്ക് കൂടുതൽ ആഴം നൽകി. ഹിന്ദു ഐക്യവേദി, NSS, SNDP തുടങ്ങിയ പ്രമുഖ ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടെ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം ഭക്തജനങ്ങളുടെ ഐക്യദാർഢ്യം വിളിച്ചോതുന്നതായിരുന്നു. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിച്ച ജനപങ്കാളിത്ത കുറവിന്റെ പശ്ചാത്തലത്തിൽ പന്തളത്തെ സംഗമത്തിൽ വൻ ജനക്കൂട്ടം അണിനിരുന്നത് സംഘാടകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് സംഗമത്തിന് ചെലവായതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. ലളിതമായ ഭക്ഷണവും മിതമായ സൗകര്യങ്ങളും ഒരുക്കിയാണ് പരിപാടി നടത്തിയത്. ഇത് സർക്കാർ കോടികൾ മുടക്കി നടത്തിയ പരിപാടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. പന്തളം രാജകുടുംബത്തിന്റെ പിന്തുണയോടെ നടന്ന ഈ സംഗമത്തിൽ 150-ലധികം സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും 60-ൽ-അധികം സന്യാസിമാരും പങ്കെടുത്തു. ഇത് ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിലെ ഐക്യത്തിന്റെ പ്രതിഫലനമായി വിലയിരുത്തപ്പെട്ടു. വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ 3 പ്രധാന വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സംഘടിപ്പിച്ചു. മുൻ DGP TP സെൻകുമാർ, BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ, KP ശശികല ടീച്ചർ, സ്വാമി അയ്യപ്പദാസ് തുടങ്ങിയ പ്രമുഖർ വിഷയാവതരണം നടത്തി. ഈ സെമിനാറുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഭക്തർക്ക് കൂടുതൽ അവബോധം നൽകി. പമ്പയിൽ സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം കോടികൾ മുടക്കി ആസൂത്രണം ചെയ്ത ഒരു വലിയ പരിപാടിയായിരുന്നെങ്കിലും പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല. ഇത് പലതരത്തിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായി. 5000-ലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ അവകാശപ്പെട്ടെങ്കിലും വേദിയിൽ ഒഴിഞ്ഞ കസേരകളാണ് കൂടുതലും കണ്ടത്. ഇതിന്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും സർക്കാരിന് നാണക്കേടുണ്ടാകുകയും ചെയ്തു. അതോടൊപ്പം 7 കോടി രൂപയാണ് പരിപാടിക്ക് ചെലവ് പ്രതീക്ഷിച്ചത്. ഇത് സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തുമെന്നാണ് സർക്കാർ അറിയിച്ചതെങ്കിലും പൊതു ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുവെന്ന ആരോപണം ഉയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ നല്ല ഭക്തനെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചത് വലിയ വിവാദമായി. രാഷ്ട്രീയ എതിരാളികൾ ഈ പ്രസ്താവനയെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന മന്ത്രി പളനിവേൽ ത്യാഗരാജനെ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയതിനെ തുടർന്ന് വേദി വിടാൻ ശ്രമിച്ചത് സർക്കാരിന്റെ സംഘാടനത്തിലെ വീഴ്ചയായും വിലയിരുത്തപ്പെട്ടു. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതു മുതൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയായിരുന്നു. സർക്കാർ കോടതി വിധിയെ അനുകൂലിച്ച് നിലപാടെടുത്തപ്പോൾ ഹിന്ദു സംഘടനകളും ഭക്തരും ആചാര സംരക്ഷണത്തിനായി ശക്തമായി രംഗത്തെത്തി. ഇതൊരു വിശ്വാസ സംരക്ഷണം എന്നതിലുപരി ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറി. ശബരിമല വിഷയത്തിൽ സജീവമായി ഇടപെട്ട് ഭക്തരുടെ വികാരം ഏറ്റെടുത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ BJPയും സംഘപരിവാറും ശ്രമിച്ചു. വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ അവർ നടത്തിയ സമരങ്ങളും പ്രതിഷേധങ്ങളും വലിയ ജനപിന്തുണയും നേടി. അതോടൊപ്പം വിശ്വാസികളുടെ വികാരം മാനിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുകയായിരുന്നു കോൺഗ്രസ്. എന്നാൽ പാർട്ടിക്കകത്ത് ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. എന്നാൽ ഇത് ഭക്തരെയും ഹിന്ദു സംഘടനകളെയും വലിയ തോതിൽ പ്രകോപിപ്പിച്ചു. ഇത് 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് വലിയ തിരിച്ചടിയായി. പന്തളത്തും പമ്പയിലും നടന്ന ഈ 2 സംഗമങ്ങൾ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ചില പ്രധാന പാഠങ്ങൾ നൽകുന്നു. ശബരിമല ഒരു വികാരമാണ്. രാഷ്ട്രീയവും നിയമപരവുമായ തീരുമാനങ്ങൾക്കപ്പുറം ഭക്തർക്ക് അതിനോടുള്ള വൈകാരികമായ ബന്ധം വളരെ ശക്തമാണ്. ഇത് മനസ്സിലാക്കാതെയുള്ള ഏത് നീക്കവും തിരിച്ചടി നൽകും. അതോടൊപ്പം വിശ്വാസ വിഷയങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാത്രം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തവുമാണ്. പന്തളത്തെ സംഗമം ജനങ്ങളുടെ സ്വമേധയാ ഉള്ള പങ്കാളിത്തം കൊണ്ടാണ് വിജയിച്ചതെങ്കിൽ സർക്കാർ സംഗമം ഔദ്യോഗിക സംവിധാനങ്ങളുടെയും പണത്തിന്റെയും പിൻബലത്തിൽ സംഘടിപ്പിച്ചതായിരുന്നു. ഇത് ഈ 2 പരിപാടികളുടെയും സ്വഭാവത്തെ വേർതിരിച്ചു കാണിക്കുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഇനിയും തുടരാനാണ് സാധ്യത. സുപ്രീം കോടതിയിലെ അന്തിമ വിധി, സർക്കാർ നിലപാടുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ, ഭക്തരുടെ പ്രതികരണം എന്നിവയെല്ലാം ഈ വിഷയത്തിന്റെ ഭാവി നിർണ്ണയിക്കും. എന്നാൽ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് പന്തളത്ത് നടന്ന ഭക്തസംഗമം ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം വിശ്വാസം, ആചാരം, നിയമം, വികസനം എന്നിവയെക്കുറിച്ച് തുറന്ന ചർച്ചകൾക്ക് സാധ്യത തുറന്നാൽ മാത്രമേ ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ.